എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതജന്യ രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ജീവിതജന്യ രോഗങ്ങൾ? അതായത് BP മുതൽ ക്യാൻസർ വരെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങൾ. അത് നമ്മുടെ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി മൂലമോ ഉണ്ടായേക്കാവുന്ന രോഗങ്ങളെക്കുറിച്ച് പറയുന്ന പേരാണ് ജീവിതജന്യ രോഗങ്ങൾ. അപ്പോൾ ഈ ജീവിതജന്യ രോഗങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ. അപ്പം എനിക്കത് തടിയൊക്കെ ഉണ്ട്. അപ്പോൾ പൊണ്ണത്തടി, ഈ തടി എന്ന് പറയുന്നത് സാധാ തടിയും ഉണ്ട്, പൊണ്ണത്തടിയും ഉണ്ട്. അപ്പോൾ പൊണ്ണത്തടി നല്ലതല്ല, തടി നല്ലതല്ല, ഞാൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പൊണ്ണത്തടിയന്മാർ പെട്ടെന്ന് തട്ടിപ്പോവും. അതേ കണക്ക് നമ്മുടെ BP ഉള്ളവർ, പിന്നെ BP ഷുഗർ, പിന്നെ അങ്ങനെ ഒരുപാട് രോഗങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് ഈ റെഡ് മീറ്റ് ഉപയോഗിക്കുന്നവരിലാണ് എന്ന് എത്ര പേർക്കറിയാം? റെഡ് മീറ്റ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടൊവിനോ ഗോദ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നതാണത്, പൊറോട്ടയും ബീഫും മലയാളികളുടെ വികാരം ആണ് എന്നൊക്കെ വെച്ച് തട്ടാമെന്നല്ലാതെ പൊറോട്ടയും ബീഫും കഴിക്കുന്നുണ്ട് നമുക്ക് വേറെ ഗുണങ്ങളൊന്നുമില്ല, ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ബീഫ് എന്ന് പറയുന്നത്, അതായത് റെഡ് മീറ്റിൽ ബീഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ ബീഫ് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. ആ ഒരു ബീഫ് സ്ഥിരം കഴിക്കുന്നവർ ആണെങ്കിലോ, ബീഫ് കഴിക്കുമ്പോഴത്തേക്ക് കൊളസ്ട്രോൾ വരും. അപ്പോൾ അത് സ്ഥിരം കഴിക്കുന്നവരാണെങ്കിലോ അവൻ്റെ കാര്യത്തിൽ തീർപ്പായി. പെട്ടെന്ന് തന്നെ അവന് മാറാരോഗങ്ങൾ പിടിപെടാം. അതേ കണക്ക് നമ്മളിൽ എത്ര പേര് നല്ലപോലെ പ്രോപ്പറായിട്ട് എക്സസൈസ് ഫോളോ ചെയ്യുന്നുണ്ട്, നടക്കാനും ഓടാനും ഒക്കെ പോകുന്നുണ്ട്. ജിമ്മിന് പോകുന്നതോ പോട്ടെ, ജിമ്മിന് പോകുന്നതല്ല ഒരാളുടെ ഒരു ഫിറ്റ്നസ്സിൻ്റെ സീക്രട്ട്. മുടങ്ങാതെ ഓടാൻ പോവുക, ഡയറ്റ് കീപ്പ് ചെയ്യുക. ഡയറ്റ് കീപ്പ് ചെയ്യുന്നത് മൂലം ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റെഡ് മീറ്റ് മുതലായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കീറ്റോ ഡയറ്റ് മുതലായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക. കീറ്റോ ഡയറ്റ് ഏറ്റവും നല്ല ഒരു ഡയറ്റാണ്. കീറ്റോ ഡയറ്റ് ഏതാണെന്നൊക്കെ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. എന്നിട്ട് എനിക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ. കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഭക്ഷണ രീതിയാണ് കീറ്റോ ഡയറ്റ് അഥവാ പാലിയോ ഡയറ്റ്, അല്ലെങ്കിൽ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ്. എന്താണ് കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ ലോ കാർബ് ഹൈ ഫാറ്റ് എന്ന് പറയുന്നതിന് മുമ്പായി എന്താണ് ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും എന്താണെന്ന്. ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഊർജം ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നീ ന്യൂട്രിയൻസിൽ നിന്നാണ്. അത് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അതിലെ പ്രപ്പോർഷൻസ് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു ബാലൻസ് ഡയറ്റിൽ ഏകദേശം 40 മുതൽ 60% വരെ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും മെയിൻ സോഴ്സ് ഓഫ് എനർജി. പിന്നീട് പ്രോട്ടീൻ ആണെങ്കിൽ ഒരു 20% പ്രോട്ടീന്,
ദെൻ ഫാറ്റ് ആണെങ്കിൽ ഒരു 10% ആയിരിക്കാം നോർമൽ ബാലൻസ് ഡയറ്റിൽ. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ന്യൂട്രിയൻറ്റ് ബാലൻസ് ആണ് നമ്മൾ കീറ്റോ ഡയറ്റിൽ ഫോളോ ചെയ്യുന്നത്. അതായത് ഏകദേശം 10% താഴെ ആയിരിക്കാം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്. അതുപോലെ തന്നെ പ്രോട്ടീനിൽ വ്യത്യാസമൊന്നും അധികം ഉണ്ടാവുകയില്ല, എങ്കിലും കാർബോഹൈഡ്രേറ്റ് 10% താഴെ, ഫാറ്റിൻ്റെ അളവ് 50% മുകളിലുമായിരിക്കും. ഇതാണ് നമ്മൾ കീറ്റോ ഡയറ്റ് നോർമൽ ഡയറ്റിൽ നിന്ന് കീറ്റോ ഡയറ്റിനുള്ള ഒരു വ്യത്യാസം. കീറ്റോ ഡയറ്റിലെ ഏറ്റവും ആകർഷണീയമായ കാര്യം എന്നത് പെട്ടെന്നുള്ള വെയിറ്റ് റിഡക്ഷനാണ്. എങ്ങനെയാണ് ഈ വെയിറ്റ് റിഡക്ഷൻ പെട്ടെന്ന് സാധ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ ശരീരത്തിൽ പ്രധാന എനർജിയുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റാണ് സാധാരണ ഒരു ആളിൻ്റെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ സോഴ്സിനെ മാറ്റി അടുത്ത ഫാറ്റിലേക്ക് മാറുകയാണ്. ഫാറ്റിലോട്ട് മാറുമ്പോൾ നമുക്ക് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക കരളിൽ, അതിന് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ ഫോമിലേക്കാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഗ്ലൈക്കോജൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു മോളിക്യൂൾ ഗ്ലൈക്കോജൻ ആണെങ്കിൽ ഒരു 3 മോളിക്യൂൾസ് വാട്ടർ കണ്ടൻറ്റും ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, അതായത് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറയുക നമ്മൾ കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഗ്ലൈക്കോജൻ സ്റ്റോറേജ്, ലിവറിലെ ഗ്ലൈക്കോജൻ നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഡെയിലി റുട്ടീൻ വർക്കിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 3 മോളിക്യൂൾസ് ഓഫ് വാട്ടറും കൂടെ എടുക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വെയിറ്റ് റിഡക്ഷൻ, നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം പോകുന്നു, അതുപോലെ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് പോകുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ കാണുന്നു. അതുകൊണ്ട് ആദ്യം നമ്മൾ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്നൊരു വെയിറ്റ് റിഡക്ഷൻ ഉണ്ടായല്ലോ, ഇത് തന്നെ ഫോളോ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് കൂടുതൽ നാളും ഇത് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ബ്യൂട്ടി ടിപ്സ്, എല്ലാ ബ്യൂട്ടി ടിപ്സിലും പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ ഉപയോഗിക്കണം. എന്താണ് ആൻറ്റി ഓക്സിഡൻസിൻ്റെ സോഴ്സസ്? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് കൂടുതലും. നമ്മൾ പക്ഷേ കീറ്റോ ഡയറ്റിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൂടുതൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കുറയുന്നു. അതുപോലെ നമുക്ക് വെയിറ്റ് കുറഞ്ഞാലും ഒരു സ്കിൻ ഹെൽത്ത് എപ്പോഴും കുറവായിരിക്കും. വെയിറ്റ് കുറഞ്ഞിരുന്നാലും ഒരു സ്കിൻ ഹെൽത്ത് കുറവായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ കീറ്റോ ഡയറ്റ് ലോങ് ടേം യൂസിന് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇത് കൂടുതൽ നമുക്ക് പ്രമേഹ രോഗികൾക്ക് ഇത് കൂടുതൽ പ്രയോജനപ്പെടുന്നതാണ്. പ്രമേഹ രോഗികൾക്ക്, അമിതവണ്ണമുള്ള പ്രമേഹ രോഗികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അവരുടെ വെയിറ്റ് ഒരു പരിധിവരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ദീർഘകാലം ഇതേ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് പ്രമേഹ രോഗികൾക്ക് കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാനുള്ള പ്രധാന കാരണം. അടുത്തതായി ഇതിനൊരു അഡ്വാൻറ്റേജ്, അതായത് ഈ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രധാനം നമ്മൾ നോക്കുന്നത് ഈ കുട്ടികളിലെ അപസ്മാരത്തിന് കീറ്റോ ഡയറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അവർക്ക് സീഷേഴ്സ്, അതായത് എപ്പിലെപ്റ്റിക് സീഷേഴ്സിൻ്റെ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഈ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് ഇതുപോലെ അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ ഈ ഒരു ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ ദീർഘകാലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഏറ്റവും പ്രധാനം, നമ്മളിതിൽ കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറവാണ്. കാർബോഹൈഡ്രേറ്റ്സ് ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായാൽ ലോ ഫൈബർ ഡയറ്റ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് കോളൻ ക്യാൻസർ അല്ലെങ്കിൽ സ്റ്റൊമക്ക് ക്യാൻസർ അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഇതിനകത്ത് അമിതമായിട്ടുള്ള ഫാറ്റിൻ്റെ ഉപയോഗം, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ സ്ട്രോക്ക് അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഈ ഒരു ഭക്ഷണ രീതിയിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം, ഉദാഹരണമായിട്ട് യൂറിക് ആസിഡ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകളെല്ലാം ചെയ്ത ശേഷം മാത്രമേ കീറ്റോ ഡയറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു വിദഗ്ധ അഭിപ്രായത്തിന് ശേഷം മാത്രമേ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അമിതമായ പ്രോട്ടീൻ്റെ ഉപയോഗം മൂലം ബ്ലഡ് യൂറിയ, സീറം ക്രിയാറ്റിൻ ഈ ലെവലിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കിഡ്നിയുടെ നോർമൽ ഫങ്ഷന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ ബ്ലഡ് ലെവൽസ്, ബ്ലഡ് യൂറിയ, സീറം ക്രിയാറ്റിനൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അമിതമായിട്ടുള്ള
പ്രോട്ടീൻ്റെ ഉപയോഗം മൂലം നമ്മുടെ ബ്ലഡിൽ ഹീം അയൺ വളരെ കൂടുതലാകുന്നു. അതുപോലെ അതുകൊണ്ട് സെൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായി ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഒരു ഷോർട്ട് ടേം കീറ്റോ ഡയറ്റ് ആണെങ്കിൽ അധികം കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊരു പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഷോർട്ട് ടേം ആയിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡയബറ്റിക് കൺട്രോൾ ആക്കുക, ഇതിനൊക്കെ കീറ്റോ ഡയറ്റ് പ്രയോജനപ്പെടുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും തന്നെ ഒരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അഥവാ ഇപ്പോൾ നമ്മൾ ഒരു കീറ്റോ ഡയറ്റ് വെച്ച് നമുക്ക് ഡയറ്റ് ഇപ്പോൾ കൺട്രോൾ അല്ലെങ്കിൽ വെയിറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പടിപടിയായിട്ട് നമുക്കത് മാറ്റി ബാലൻസ് ഡയറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ വീഡിയോ കണ്ട് കാണുമല്ലോ. ആ വീഡിയോയ്ക്കകത്ത് കീറ്റോ ഡയറ്റ് എന്താണെന്ന് ആ ഡോക്ടർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ രോഗങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ തടയാം എന്നതിൻ്റെ വിശദമായ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോയ്ക്ക് 500 ലൈക്ക് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിഷയവുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരൻ സാമൻ ഫ്രം നേർക്കാഴ്ച.